ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചക്കലാസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളൊരു കുറ്റിമുല്ലൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കുന്ന പരിപാടി. വേര് പിടിപ്പിക്കുന്ന സാധനം നമ്മൾ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ റൂട്ടിൻ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് നട്ട് വെക്കുക. ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ നല്ല ഉഷാറായിട്ട് വേര് പിടിച്ച് വരും. നല്ല സ്മെല്ലുള്ള കുറ്റിമുല്ലാണ്. നല്ല ഉഷാറായിട്ട് പൂവുള്ളത്, വലിയ പൂവുണ്ടാകുന്ന ഇതരം മുല്ലാണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത് നോക്കാം. നമുക്കൊരു കമ്പ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മളെ വീട്ടിലില്ല, അതിനടുത്ത് വീട്ടിൽ നിന്ന് ഒരു കമ്പ് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ കമ്പ് നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഒരു ചെറിയ ഡബ്ബയിലേക്ക്, ഒരു പ്ലാസ്റ്റിക് ഡബ്ബയിലേക്ക് മാറ്റുക. കുറച്ച് പോട്ടി മിക്സ് എല്ലാം ചേർത്തിട്ട് നട്ട് വെച്ച് അതിൻ്റെ തലൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ക്ലിയർ ആക്കണം. ഇതിൻ്റെ താഴെ ഈ കമ്പ് വേണ്ട, ആ കമ്പ് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കണം. ഈ കമ്പ് വേണ്ട. അപ്പോൾ ഈ താഴെ അടിഭാഗം ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്യാം. എന്നിട്ട് ചെറുതായിട്ട് അവിടെ ഒന്ന് ആ തൊലിയൊന്ന് പോക്കുക. ചെറുതായിട്ട് പോക്കിയാൽ മതി, അധികം പോക്കണ്ട. ഈ ഏറ്റവും അടിഭാഗത്ത് ആ തൊലിയൊന്ന് ചെത്തി ഒഴിവാക്കുക. പിന്നെ കുറച്ച് മുകളിലായിട്ട് ചെറിയൊരു വര മാത്രമല്ല, 1 ഇഞ്ച് മുകളിലായിട്ട് ഒരു വര മതി. തൊലി ഒഴിവാക്കണ്ട. അതിന് ശേഷം ഇതാണ് ചെറിയ ഉള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് തേച്ച് കൊടുക്കുക. ഇത് തേച്ച് കൊടുക്കുന്നതിന് ഈ ഫംഗസ് ചീച്ചിലും വരാണ്ടിരിക്കാൻ നല്ലതാണ്. ഏറ്റവും നല്ല സാധനമാണ് ചെറിയ ഉള്ളി. ഇത് നല്ലോണം ഒന്ന് ഈ ഭാഗത്തൊക്കെ ഒന്ന് വരുത്തി കൊടുക്കുക. പിന്നെ ഈ ഫംഗസ് വരില്ല, ഫംഗസിൻ്റെ പ്രശ്നം ചീച്ചിലൊന്നും ഉണ്ടാവില്ല. വേര് പിടിക്കാനും ഉഷാറാണ് ഈ ഉള്ളി. വലിയുള്ളി ആയാലും കുഴപ്പമില്ല, ചെറിയുള്ളി ആയാലും ഒന്നും കുഴപ്പമില്ല. അത്ര മതി. അതിന് ശേഷം നമ്മൾ ചെറിയ റൂട്ട് ഹോർമോൺ ചേർത്തുണ്ട്. ഇതാണ് കെരാഡിക്സിൻ്റെ റൂട്ട് ഹോർമോൺ ചേർത്തുണ്ട്. റൂട്ട് ഹോർമോൺ ഇല്ലെങ്കിൽ അതിന് കറ്റാർവാഴൻ്റെ ജെല്ലൊക്കെ എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി അത് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചേർന്നാൽ പെട്ടെന്ന് റൂട്ട് വരും, അത്രേ ഉള്ളൂ. ഇത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. ഇത്രയും മതി. ഇത്രയും ചെയ്ത് പിന്നെ നമ്മൾ ഈ പാത്രത്തിലാണ്, ഈ പെയിൻറ്റ് ബക്കറ്റിലാണ്, ചെറിയ 4 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റിലാണ് നമ്മൾ നട്ട് വെക്കാൻ പോകുന്നത്. നമുക്ക് ചാണകപ്പൊടി, അതുപോലെ തന്നെ ഇത് ഉമിയാണ്. നല്ല വേരോട്ടത്തിനൊക്കെ നല്ല സാധനമാണ് ഉമി, ചാണകപ്പൊടി. പിന്നെ അതിലേക്ക് മണ്ണും കൂട്ടി കഴിഞ്ഞ് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിടുക. ചാണകപ്പൊടി കലർന്ന മണ്ണ് തന്നെയാണ് ഇത്. എങ്കിലും കുറച്ചുകൂടി ചാണകപ്പൊടി നമ്മൾ അതിൽ ചേർക്കുന്നത്. ഇത് ചാണകപ്പൊടി കലർന്ന മണ്ണാണ്. ഇതിലൊരു ഏകദേശം ഒരു 3/4 ഭാഗത്ത്, ഒരു 3/4 ഭാഗം മണ്ണ് നിറച്ചെടുക്കും. ഒരു 3/4 ഭാഗമായി മതി. നല്ല വളക്കൂറുള്ള നല്ല മണ്ണാണ്. ചെടി പെട്ടെന്ന് വന്നെടുക്കാൻ കല്ലൊക്കെ ഒന്ന് ഒഴിവാക്കുക.
ഏകദേശം 3/4 ഭാഗം മണ്ണായി. അത് മതി. ഇതിൽ ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം. ചാണകപ്പൊടി അതിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉമിയും ഈ റൂട്ട് പെട്ടെന്ന് റൂട്ട് വേണ്ടിയിട്ട് റൂട്ട് ഓടാൻ വേണ്ടിയിട്ട് നല്ലതാണ് ഉമി ചേർക്കുന്നത്. ഉമി ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. നമ്മളെടുത്തുള്ളത് കൊണ്ട് ചേർത്താണ്. അപ്പോൾ ഇത്രയും മതി പോട്ടി മിക്സ്. ഇത്രയും ആവശ്യമുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ കട്ട് ചെയ്ത മുല്ലൻ്റെ കമ്പ് അതിലേക്ക് കുത്തി വെക്കണം. കുത്തി വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊരു ടിഷ്യൂ പേപ്പർ ഒന്ന് ചുറ്റി വെക്കുക. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ചെറിയൊരു പീസ് ചെറുതായിട്ടുള്ള ചുറ്റി വെക്കുക. ഇത്രയും ഇതുപോലെ പേപ്പർ ചെറുതായിട്ടൊന്ന് അതിന്മേൽ ചുറ്റിയ ടിഷ്യൂ പേപ്പർ ഒന്ന് ചെറുതായിട്ട് നനച്ചു കൊടുക്കുക. എന്നിട്ട് ചെറിയൊരു തുള ഉണ്ടാക്കിയിട്ട് ഒരു കുയ്യ് ആക്കിയിട്ട് അതിലൊക്കെ നട്ട് വെക്കുക. എന്നിട്ട് മണ്ണ് നല്ലോണം നമ്പിച്ച് കൊടുക്കുക. എന്നാൽ ടൈറ്റാക്കി കൊടുക്കുക. ഇനി നമ്മളടുത്തുള്ള ഉമിയും ചാണകപ്പൊടിയൊക്കെ ബാക്കിയുള്ള എല്ലാം അതിലേക്ക് ചേർന്ന് ഒന്ന് ഉസാറുള്ള ഒക്കെ നനച്ച് കൊടുത്ത് ഇപ്പം തണലത്തേക്ക് മാറ്റി വെച്ചതാണ്. ഇനി ഏകദേശം ഒരു 1.5 മാസം കഴിയുമ്പോഴേക്ക് നല്ല ഉസാറായിട്ട് വേര് പിടിച്ച് കിട്ടും. അപ്പം ഇതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പൊന്നും ചെയ്തത് ഇവിടെ വേറെ ഉണ്ട്. വേരൊക്കെ പിടിച്ച് 1.5 മാസമായിട്ടുള്ളൂ. അപ്പോൾ നല്ല ഉസാറായിട്ട് വേരൊക്കെ പിടിച്ച് വേര് മുകളിലേക്ക് വരെ വേര് വന്ന്. ഇനി അതിന് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കണം. അത് ഞാൻ ഇതിൽ കാട്ടാം. ചെറിയ അന്ന് കമ്പ് നട്ടതായിരുന്നു. അത് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു. അതിപ്പോൾ ഉസാറാക്കി. അപ്പോൾ അതുപോലെ തന്നെ ഇത് ഉസാറാവും. എല്ലാവരും ഒരു കൊമ്പ് എവിടെയെങ്കിലും കിട്ടിയാൽ കുറ്റിമുല്ലൻ്റെ കൊമ്പ് കിട്ടുകയാണെങ്കിൽ അത് ശരിക്കും ഈ കമ്പ് നട്ടാൽ മതി. പെട്ടെന്ന് വേര് പിടിച്ചോളും. ആയിട്ട് അമ്പിച്ച് കൊടുത്ത് ഇത് നമ്മൾ ആദ്യം ഇതിൻ്റെ മുമ്പ് ചെയ്ത ഒരു കമ്പാണിത്. ഈമൽ ശരിക്കും വേരൊക്കെ വന്നിട്ടുണ്ട്. വേണ്ട മുകളിലേക്കൊക്കെ വേര് വന്നിട്ട് ഇതിപ്പോൾ 1.5 മാസമായിട്ടുള്ളൂ. അത് ഞാനിങ്ങനെ കമ്പ് കുത്തി വെച്ച് അപ്പോൾ അതിൽ നല്ല ഉസാറായിട്ട് വേരൊക്കെ പിടിച്ച് ഈ നമ്മളിപ്പോൾ കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം മുകളിലേക്കൊക്കെ വന്ന വേരിനെ അടുപ്പിച്ച് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അടിപൊളിയായിട്ട് ഇനി ഏകദേശം ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ചട്ടി ഒന്ന് മാറ്റി കൊടുത്തിട്ട് വലിയ ചട്ടിയിലേക്ക് ആക്കി തരണം.